ഒരു ഇന്റർവ്യൂ നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ വ്ലോഗറും സ്ട്രീമറും ഒക്കെയായ തൊപ്പി എന്ന നിഹാദിനൊപ്പം കാണാറുള്ള മമ്മു എന്ന ചെറുപ്പക്കാരനാണ് അതിഥി. അതിഥി പല കാര്യങ്ങളും സംസാരിക്കുന്നു. അവതാരക പല കാര്യങ്ങളും ചോദിക്കുന്നു. ഇതിനിടെ പണ്ട് ചെയ്ത ഒരു കാര്യം അതിഥിയുടെ വായിൽ നിന്നും അറിയാതെ വീണു പോകുന്നു. ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു. അതായത് അടുത്ത വീട്ടിലെ സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാറുണ്ട്. നാട്ടിലെ വീടുകളിലെ ജനലുകളിൽ കല്ലുമെറിയാറുണ്ട്. നമ്മൾ വിചാരിക്കും അവതാരക ഇപ്പോൾ പൊട്ടിത്തെറിക്കും. സ്ത്രീകളെ അപമാനിച്ച അതിഗുരുതരമായ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തയാളെ ചോദ്യം ചെയ്യും. പക്ഷേ നമ്മുടെ അവതാരകയും അവരുടെ ചാനലിന്റെ പേര് പോലെ തന്നെ കുറച്ച വെറൈറ്റിയാണ്. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാറുണ്ടെന്ന ജാള്യത്തോടെ മമ്മു പറയുമ്പോൾ നാണം കൊണ്ട് തല കുനിച്ച് പിന്നെ ചിരിയടക്കാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ് കക്ഷി. ഒളിഞ്ഞു നോക്കുന്നത് കൗതുകം കൊണ്ടായിരിക്കുമല്ലേ? അതെ എന്ന് മറുപടി. അപ്പോൾ ഇതുവരെ നിന്നെ പിടിച്ചിട്ടില്ലേ എന്ന് അവതാരക. ഏയ്, ഇതിൽ ഞാൻ ബെസ്റ്റ് ആണെന്ന് മമ്മു. നോക്കൂ, കുളിക്കുമ്പോൾ സ്ത്രീകളെ ഒളിഞ്ഞു നോക്കുന്നതിനെ പേടി പോലുമില്ലാതെ നിസ്സാരവൽക്കരിച്ച പൊതുമാധ്യമത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? 9 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള ഒരു ചാനലിലാണ് ഈ ഇന്റർവ്യൂ വന്നതെന്നോർക്കണം. കുട്ടികളടക്കം യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത്രയും അപകടകരമായ ഒരു കോണ്ടന്റ് ഇറക്കി വിടുന്നത്. തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തെയാണ് തമാശയോടെ പറഞ്ഞു വയ്ക്കുന്നത്. ആ ഇന്റർവ്യൂ ലൈവായി സംപ്രേഷണം ചെയ്യപ്പെട്ട ഒന്നല്ല. നേരത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് ടേബിൾ കയറിയിറങ്ങിയാണ് കോടിക്കണക്കിന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടത്. ഇതിനിടയിൽ ഒരിക്കൽ പോലും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? കാര്യം നിസ്സാരമല്ല. ഇന്റർവ്യൂ വിവാദമായതോടെ തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ മമ്മുവും സ്വന്തം പേജിലൂടെ അവതാരകയും മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. നല്ല കാര്യം. പക്ഷേ വ്യൂസിനും അതുവഴിയുള്ള പണത്തിനും വേണ്ടി എന്തും ചെയ്യാനും പറയാനും മടിക്കാത്ത രീതിയിലേക്ക് ഓൺലൈൻ മീഡിയകൾ കൂപ്പുകുത്തുന്നത് നല്ല പ്രവണതയല്ല. നിങ്ങളെ കാണുന്ന കേൾക്കുന്ന കുട്ടികളടക്കമുള്ള ഓഡിയൻസ് ധാരാളമുണ്ട്. നിലവാരമില്ലായ്മ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. സെലിബ്രിറ്റികളെ മനുഷ്യരായി പോലും കണക്കാക്കാതെ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും മൈക്കും തൂക്കിയെത്തുന്ന പാപ്പരാസികളെ നമ്മൾ കാണാറുണ്ട്. വൈറൽ കോണ്ടന്റ് മാത്രമാണ് ലക്ഷ്യം. ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. എന്നാലും ഇതിന്നും തുടരുന്നവരുടെ എണ്ണവും ചെറുതല്ല. പുരോഗമനപരമായ സമൂഹത്തിൽ ഇതൊന്നും ആവർത്തിക്കപ്പെടാനേ പാടില്ല. അഭിമുഖങ്ങളിൽ എന്താണ് ചോദിക്കേണ്ടതെന്നും എന്തും വിളിച്ചു പറയാനുള്ള വേദിയല്ല അതെന്നും കുറഞ്ഞപക്ഷം അവതാരകരെങ്കിലും സ്വയം മനസ്സിലാക്കണം.